കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ അവസാനമായിരിക്കും അത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ അടിയന്തരമായും ഇടപെട്ട് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഈ പുറത്തുള്ള ആൾക്കാരെയും അധോലോകത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ സ്വാധീനത്തിന് വിധേയമായി ഈ രൂപത്തിൽ ഒരു സ്ഥാപനത്തിൽ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു നിങ്ങൾക്കൊക്കെ അറിയാം, പ്രീ മൺസൂണിൻ്റെ ഭാഗമായി നടത്തേണ്ട ശുചീകരണ പ്രവർത്തനം നടത്താതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രാൻസ്ഫർ ആയിരുന്നു. ആ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രീ മൺസൂൺ ശുചീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് കേരളം കണ്ട ഏറ്റവും അധികം സാംക്രമിക രോഗങ്ങൾ ഈ കാലഘട്ടത്തിലാണ് വന്നത്. പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിക്കോഷൻസ് എടുക്കുന്നതിൻ്റെ നിർണായക ഘടകമെന്ന് പറയുന്നത് ആരോഗ്യവകുപ്പല്ല, റവന്യൂ വകുപ്പാണ്. ആ വില്ലേജ് ഓഫീസർമാരെ തേരാപ്പാര അതൊക്കെ പടക്കും മാറ്റി. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ആഗസ്റ്റ് വരെ മാറ്റരുത്, ഈ പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ മാറ്റരുത്, അതിന് ശേഷം നിങ്ങൾ എവിടെയെന്ന് മാറ്റിക്കോ. എന്താ നമ്മൾ കണ്ടത്? പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീഹാബിലിറ്റേഷൻ നടത്തേണ്ട ജീവനക്കാർ, വില്ലേജ് ഓഫീസർമാർ അവിടെ ഇല്ല, പൊളിഞ്ഞു. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ മാനസികമായി പീഡിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അജുപാനൂർ ചൊക്കിളി പിണറായി അങ്ങോട്ടും ഇങ്ങോട്ടും മടുത്തു, ഡിപ്രഷനായി, ബ്രെയിൻ പൊട്ടി മരണപ്പെട്ടു. കാസർഗോഡ് ഒരു ക്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഒരു ഡോക്ടർ, കണ്ണൂരിലുള്ള ഒരു ഡോക്ടർ, അസോസിയേറ്റഡ് ആൾക്കാർ കാര്യമായിട്ട് ആ ഡോക്ടറെ ചീത്ത പറയുക. ഇപ്പം ICU യൂണിറ്റിലാണുള്ളത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും കാണാത്ത വൃത്തികെട്ട ഇടപെടൽ നടത്തുകയാണ്. മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്, ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള ട്രാൻസ്ഫറുകൾ ഇനിയും ഉണ്ടാവും, നിങ്ങൾ സൂക്ഷിച്ചു നിന്നോളൂ. ഇന്നവരെ കരുണാകരൻ പറഞ്ഞിട്ടില്ല. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും ഈ രൂപത്തിലുള്ള സംസാരം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല, AK ആന്റണീൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അടിഞ്ഞാടാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ കീഴിലുള്ളതാണ് ധനകാര്യം എന്നുള്ളത് കൊണ്ടും ആ ധനകാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രൂപത്തിലും കേരളത്തെ സഹായിക്കുന്ന, കേരള ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ട്രഷറി അടച്ചുപൂട്ടുന്ന ഘട്ടത്തിൽ തുറപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഗതികേട് ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളോട് പറയാതെ, ജനങ്ങളോട് പറയാതെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിയാൽ അതിൻ്റെ കുറ്റം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ തലയിൽ വരുമെന്നുള്ളത് കൊണ്ടാണ് ഇത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിനുണ്ടാകണം. അറിഞ്ഞുകൊണ്ട് KSF-യിലെ ജീവനക്കാർ, ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ മാന്യമായ സേവനം നടത്തുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അനുദിനം ഈ സ്ഥാപനം ശക്തിപ്പെട്ടതും വളർന്നതും. അവരെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം അവരൊക്കെ ശത്രുക്കളായി കണ്ട് ഈ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്ഥാപനത്തിൻ്റെ അവസാനത്തിലേക്കായിരിക്കും എത്തുക. കേരളം ജനത മാപ്പ് തരില്ല ഗവൺമെൻറ്റിന്. ഈ കാര്യം സൂചിപ്പിക്കാനാണ് ഈ പത്രസമ്മേളനം ഞാനിവിടെ വിളിച്ചത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ഇതിനൊരു പ്രാധാന്യം ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. അതെ, അങ്ങനെ നിയമിച്ച പലരും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നിയമിച്ച ഒരാളാണല്ലോ ഈ ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ് വന്നാലേ ഈ ഗവൺമെൻറ് നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഉണ്ട്. അത് ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ആളുകളെ നിയമിച്ചത്, കഴിവ് നോക്കിയിട്ടായി. അവർ പിന്നെ ഓന്തിനെ പോലെ മാറുന്നതിനിപ്പോൾ നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. പിന്നെ പറയുന്നത് അത് അതെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മളെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല, മറ്റേ
മണിച്ചിത്രത്തായി അതിലൊരു ഡോക്ടർ സണ്ണിയുണ്ട്, മോഹൻലാൽ, ഒരു മരണം ഉറപ്പാന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ ഒന്നുകിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ടി വരും. ഇതാണ് സ്ഥിതി തുടരുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അത് ഈ ഭരണത്തെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ മനോരമയിലൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് കാരണം ഈ ആധികാരികമായി പറയുമ്പോൾ ഇങ്ങനെയുള്ള പത്രത്തിൻ്റെ കാര്യങ്ങളാണല്ലോ എടുത്തു പറയുന്നത്, ഒരു ബലം ഉണ്ടാവുക. MDMA സംഘം പോലീസ് പരിശോധന മറികടന്ന് രാഷ്ട്രീയ ബന്ധം പറഞ്ഞു. മലയാള മനോരമ. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിതരണത്തിന് ശേഷം കാസർകോട്ടെ ഏജന്റുമാർക്ക് MDMA എത്തിക്കാൻ പോകുമ്പോഴാണ് സംഘം കുടുങ്ങിയത്. വഴിയിൽ പലയിടത്തും പോലീസ് പരിശോധനയ്ക്കായി ഈ വാഹനം തടഞ്ഞിരുന്നു. ഈ സമയം പ്രതികളിൽ ഒരാളായ KH മുഹമ്മദ് ഹുസൈൻ പുറത്തിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തൻ്റെ രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് പരിചയപ്പെടുത്തുകയായിരുന്നു. ഇവിടെയെല്ലാം പോലീസ് പരിശോധന ഒഴിവാക്കി വാഹനം പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് സംഘത്തെ കാലിക്കടവിൽ വെച്ച് പിടികൂടിയത്. എന്ന് പറഞ്ഞാൽ കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും പോലീസ് വിട്ടുകൊടുത്തു. അതാണല്ലോ ഈ മനോരമ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ജാഥ പൊളിക്കാൻ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ലഹരി മാഫിയ, അധോലോകം, കള്ളപ്പണക്കാർ, ഗുണ്ടകൾ എത്രത്തോളം ഗൂഢാലോചന നടത്തിയിട്ടാണ് ആ ജാഥയെ പല സ്ഥലത്തും തടഞ്ഞതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയതും എന്ന് വ്യക്തത. അതായത് ഒരു ഭാഗത്ത് ഗുണ്ടകളുടെ യോഗം വിളിച്ചു ഒരു നേതാവ്, ഓർമ്മണ്ടല്ലോ. മറ്റൊരു ഭാഗത്ത് മയക്കുമരുന്നിൻ്റെ സംഘത്തിൻ്റെ യോഗവും വിളിച്ചു. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു രൂപത്തിലുള്ള പ്രതിഭാസം? ഒരു ഗവൺമെൻറ്റിനെ തകർക്കാൻ ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ പ്രകടമല്ലേ? ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ രൂപത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിക്ക് രൂപം കൊടുത്ത സമയത്ത് അതിനെ പൊളിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ രംഗത്ത് വരികയാണ്. ആ പ്രവർത്തനത്തെ തടയുന്നതിന് പോലീസുകാരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഞങ്ങൾ ഇന്ന ആളുടെ ആൾക്കാരാണ്, ഞങ്ങളെ തൊടാൻ പാടില്ല എന്ന് 3 ജില്ലകളിൽ നിന്നും പോലീസിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെട്ടിട്ടാണ് കാസർഗോഡ് എത്തിയത് എന്ന് മലയാള മനോരമ പറയുകയാണ്. ഞാൻ പറയുന്നതല്ല, അങ്ങനെ ഒരു ആക്ഷേപം ഞാൻ പറയുന്നേ ഇല്ല. മലയാള മനോരമ അടക്കം പറയാൻ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് രൂപത്തിലുള്ള അധോലോകമാണ്, മയക്കുമരുന്ന് ലോബിയാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് എന്നുള്ളത് അത്ഭുതപ്പെട്ടു. ഇത് മനസ്സിലാക്കി ബോധപൂർവം തന്നെയാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിന് രൂപം കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.